VS എന്ന രണ്ടക്ഷരത്തിൽ കേരളം കണ്ടത് ആശ്രയവും ആശ്വാസവുമായിരുന്നു. പോരാട്ടങ്ങൾ രാഗി മിനുക്കിയതാണ് ജ്വലിക്കുന്ന ആ ജീവിതപാത. പാർട്ടി ചരിത്രത്തിലെ ഒരു കാലഘട്ടമാണ് ആ ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ അവസാനിക്കുന്നത്. പ്രഗത്ഭനായ വാഗ്മിയോ കരുത്തുറ്റ ഭരണാധികാരിയോ ആയിരുന്നില്ല. EMSന്റെ താത്വിക പിൻബലമോ സി അച്യുതമേനോന്റെ ഭരണപാഠവുമോ കരുണാകരന്റെ അധികാര പ്രയോഗങ്ങളിലെ ചടുലതയോ ഇല്ല. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനകീയത കൈവരിക്കാൻ ഒരു നേതാവിന് കഴിഞ്ഞുവെങ്കിൽ VS എന്ന രണ്ടക്ഷരങ്ങളിൽ ആ ജനനായകനെ നമുക്ക് അടയാളപ്പെടുത്താം. ആലപ്പുഴയിലെ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി 1940 ജോലിയിൽ പ്രവേശിച്ചതിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി. സഖാവ് P. കൃഷ്ണപിള്ളയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റിനെ രൂപപ്പെടുത്തിയത്. 4.5 വയസ്സുള്ളപ്പോൾ അമ്മയും 11 വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചു. അതുവരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന ബാലൻ അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ തന്നെ അനാഥനാക്കിയ ദൈവത്തോട് മുഖം തിരിച്ചു. അവസാനം വരെ ഏത് ഘട്ടത്തിലും ഏതു മേഖലയിലും അദ്ദേഹത്തിന്റെ നിലപാട് തറ സുവ്യക്തവും സുദൃഢവുമായിരുന്നു എന്നതിന്റെ ആദ്യ സൂചനകളായിരുന്നു ആ തീരുമാനം. നിലപാടുകളുടെ പേരിൽ വികസന വിരോധിയെന്നും വെട്ടിനിരത്തലുകാരനെന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടും കൂസാതെ ഉറച്ചുനിന്ന ആ നിശ്ചയദാർഢ്യം കൂടുതൽ കരുത്തോടെ കേരളം പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞു. 7ാം ക്ലാസ് വിദ്യാഭ്യാസം ലഭിച്ച VSന്റെ സർവകലാശാല ജനങ്ങളും അവർക്കിടയിലെ പ്രവർത്തനവുമായിരുന്നു. അതിനാൽ തന്നെ VS സ്വയം സൃഷ്ടിക്കപ്പെട്ട നേതാവാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമരചരിത്രം VSന്റെ ചരിത്രം കൂടിയാണ്. പുന്നപ്ര വയലാർ അടക്കം രാഷ്ട്രീയ കേരളത്തിന്റെ ഭാഗധേയം മാറ്റിയ സമരങ്ങളുടെ മുന്നണി പോരാളി. രാജവാഴ്ചയ്ക്കെതിരെ വൻ സമരം സംഘടിപ്പിച്ചാണ് VS രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. പുന്നപ്ര വയലാർ സമര കാലയളവിൽ കളർകോട് ക്യാമ്പിന്റെ ചുമതലക്കാരൻ. VS എന്ന ചുരുക്കെഴുത്തിന് വേലിക്കകത്ത് ശങ്കരൻ എന്ന പോലെ വിവാദങ്ങളുടെ സഖാവ് എന്ന മറുപേരുമുണ്ട്. പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉയർത്തപ്പെടുമ്പോഴും താഴ്ത്തപ്പെടുമ്പോഴും സമരങ്ങളുടെ വീറും വാശിയും കൈവടിയാതെ നിലകൊണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് ചര്യയായിരുന്നു. നിശ്ചയദാർഢ്യമായിരുന്നു VSന്റെ പ്രത്യേകത. പുന്നപ്ര വയലാറിൽ പോലീസിൽ നിന്ന് പിടിച്ചുവാങ്ങി തിരിച്ചാക്രമിച്ച തോക്കുകൾ പൂക്കൈതയാറ്റിലിടാൻ നിർദ്ദേശിച്ച അതേ നിശ്ചയദാർഢ്യം. 57 ആദ്യ EMS സർക്കാരിന് മാർഗനിർദ്ദേശം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 9 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സഖാവ് VS ആയിരുന്നു. അനാരോഗ്യത്തിന്റെ അവശതയിലും ഈ ഇടതു സർക്കാരിന് മാർഗനിർദ്ദേശം നൽകേണ്ട ചുമതലയും സഖാവ് VSനായിരുന്നു. VS മതികെട്ടാൻ മലയിലെങ്കിൽ ജനമനസ്സും അങ്ങോട്ടെത്തും. മൂന്നാറിലെങ്കിൽ അവിടെ, ശബരിമലയിലെങ്കിൽ അവിടെ. കേരളത്തിൽ ഇടതിന്റെ താരപ്രചാരകൻ ആരെന്നതിന്റെ ഒറ്റ ഉത്തരമായിരുന്നു VS. ഇടതന്റെ ക്രൗഡ് പുള്ളർ. VSന്റെ വാക്കുകൾ ജനം സംഗീതം പോലെ ആസ്വദിച്ച ഒരു കാലമാണ് കഴിഞ്ഞുപോയത്. അച്ചടക്ക നടപടിയിൽ പാർട്ടി വിട്ടുപോകുന്നവർ ധാരാളമുള്ളിടത്താണ് VS എന്ന കമ്മ്യൂണിസ്റ്റ് ഒറ്റയാനായത്. താൻ കൂടി ചേർന്ന് രൂപം കൊടുത്ത പാർട്ടിയിലല്ലാതെ തനിക്ക് എന്തു ജീവിതമെന്നായിരുന്നു അച്ചടക്ക നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് VSന്റെ മറുപടി. VSന്റെ ശരീരത്തിനെയോ മനസ്സിനെയോ കരിയിച്ചു കളയാൻ പോരുന്ന ഒരു അഗ്നികുണ്ഡവും ആ വിപ്ലവ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. വീരേതിഹാസം രചിച്ച വിപ്ലവകാലത്തെ ആ 23കാരൻ മരണശേഷവും ഒരു ജനതയുടെ വിപ്ലവബോധത്തിന്റെയും രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും ജീവനുള്ള കൽവിളക്കായി നിലകൊള്ളുന്നുവെങ്കിൽ നാം അത് സമ്മതിക്കേണ്ടി വരും. വിപ്ലവകാരിക്ക് മരണമില്ല.